തനിമയോടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഖുർആനിൽ നിന്നും കൃത്യമായ പരമ്പരയിലൂടെ കടന്നുവന്ന ഹദീസുകളിൽ നിന്നുമാണ് ശേഷം വന്ന ഗവേഷകരായ പണ്ഡിതർ ഇസ്ലാമിക നിയമവ്യവസ്ഥ രൂപപ്പെടുത്തുന്നത്. ശരീഅത്ത് അഥവാ ഇസ്ലാമിക നിയമവ്യവസ്ഥ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അവസ്ഥാന്തരങ്ങളെയും അനാവരണം ചെയ്യുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളും നോമ്പും നിർബന്ധിത ദാനവും മാത്രമല്ല അത്, മനുഷ്യൻ്റെ ഓരോ സ്ഥൂല നിമിഷത്തെയും തൊട്ടുകിടക്കുന്നതാണ് ഇസ്ലാമിക ശരീഅത്ത്. കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഉണരുമ്പോൾ, ശൗചാലയത്തിൽ പോകുമ്പോൾ, കുളിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ഭാര്യ-ഭർതൃ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം എങ്ങനെ പെരുമാറണം, പെരുമാറരുത് എന്ന് കൃത്യമായി ഇസ്ലാമിക നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ ചോദിക്കുകയാണ്, മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകളടക്കം എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. വിസർജന സമയത്ത് ഖിബിലയ്ക്ക് നേരെ ഇരിക്കുന്നതും വലത് കൈകൊണ്ട് ശൗചം ചെയ്യുന്നതും അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട്. വെള്ളം ലഭ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുകയാണെങ്കിൽ 3 കല്ലുകളിൽ കുറയാൻ പാടില്ലെന്നും, മാത്രമല്ല മൃഗങ്ങളുടെ വിസർജ്യം, എല്ലുകൾ എന്നിവ കൊണ്ട് ശൗചം ചെയ്യരുതെന്നും പുണ്യപ്രവാചകർ വിരോധിച്ചിട്ടുണ്ട്. ഈ സാർവലൗകികതയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ ഗോത്ര സംസ്കൃതിയിൽ അവതരിച്ച ഒരു ദർശനം ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ അഭംഗുരം പ്രചരിച്ചത്. വിമർശകരുടെ അന്യായമായ ആരോപണം പോലെ അല്ലാഹു ഒരു ഗോത്രദൈവമായിരുന്നെങ്കിൽ അവതരിച്ച അറേബ്യൻ ഭൂമിയിൽ തന്നെ മൃതിയടഞ്ഞു പോകേണ്ടിയിരുന്നു ഇസ്ലാം.